2024 അവസാനിക്കുമ്പോൾ ഈ വർഷം റിലീസായ മലയാള സിനിമകൾ 206 എണ്ണമാണ്. ഡിസംബർ 25-ന് ബാറോസ് റിലീസാകുമ്പോൾ ഈ വർഷം റിലീസായ മലയാള ചിത്രങ്ങളുടെ എണ്ണം മൊത്തം 207 എണ്ണമാകും. ഇതിൽ ബോക്സ് ഓഫീസിൽ ഹിറ്റുകൾ എന്ന് പറയാവുന്ന ചിത്രങ്ങൾ റിലീസാകാനുള്ള ബാറോസ്, ഈ ആഴ്ച റിലീസായ മാർക്കോ, റൈഫിൾ ക്ലബ് ഒഴികെ 22 എണ്ണം മാത്രമാണ്. ബോക്സ് ഓഫീസിൽ കളക്ഷനിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. പ്രേമലു, ആവേശം, ആടുജീവിതം, ഭ്രമയുഗം, വർഷങ്ങൾക്ക് ശേഷം, ഗുരുവായൂർ അമ്പലനടയിൽ, ടർബോ, വാഴ, കിഷ്കിന്ധകാണ്ഡം, ARM എന്നീ ചിത്രങ്ങൾ കളക്ഷനിൽ മുന്നിട്ട് നിൽക്കുന്നു. എബ്രഹാം ഓസ്ലർ, അന്വേഷിപ്പിൻ കണ്ടെത്തും, ബോഗൻവില്ല, പണി, ഹലോ മമ്മി, തലവൻ, ഗോളം, നുണക്കുഴി, അഞ്ചക്കള്ളക്കൊക്കൻ, ഉള്ളൊഴുക്ക്, സൂക്ഷ്മദർശിനി എന്നീ ചിത്രങ്ങൾ ഭേദപ്പെട്ട കളക്ഷൻ നേടിയവയാണ്. മികച്ച ഓപ്പണിംഗ് കളക്ഷൻ നേടിയ റൈഫിൾ ക്ലബ്ബും മാർക്കോയും ഹിറ്റ് ചിത്രങ്ങളുടെ കൂടെ സ്ഥാനം പിടിച്ചേക്കും. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ 2024 റിലീസായ ഭ്രമയുഗം, അബ്രഹാം ഓസ്ലർ, ടർബോ എന്നീ ചിത്രങ്ങൾ മെച്ചപ്പെട്ട കളക്ഷൻ നേടിയവയാണ്. നടൻ പൃഥ്വിരാജിൻ്റെ ചിത്രങ്ങളായ ആടുജീവിതവും ഗുരുവായൂർ അമ്പലനടയിലും ഹിറ്റ് ചിത്രങ്ങളായി. നടനും സംവിധായകനുമായ ബേസിൽ ജോസഫിൻ്റെ 2024 റിലീസായ നുണക്കുഴി, വാഴ, ARM, സൂക്ഷ്മദർശിനി എന്നീ ചിത്രങ്ങളും മെച്ചപ്പെട്ട കളക്ഷൻ നേടിയ ചിത്രങ്ങളാണ്. 2-3 അന്യഭാഷാ ചിത്രങ്ങൾ മാത്രം 2024 ഹിറ്റുകളായപ്പോൾ താരതമ്യേന മുതൽ മുടക്ക് കുറഞ്ഞ മലയാളം ചിത്രങ്ങൾ മുൻനിര താരങ്ങളുടെ സാന്നിധ്യമില്ലാതെ തന്നെ മലയാളത്തിൽ ഹിറ്റുകളായി. സബിൻ സഹീർ അഭിനയിച്ച മഞ്ഞുമ്മൽ ബോയ്സും നസ്ലിൻ അഭിനയിച്ച പ്രേമലുവുമൊക്കെ ആ ഗണത്തിൽപ്പെട്ടവയാണ്. മലയാള സിനിമയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തും പ്രിയമേറിയതും നവാഗതരായ സംവിധായകരുടെ ചിത്രങ്ങൾ പലതും ബോക്സ് ഓഫീസിൽ വിജയം നേടിയതും മലയാള സിനിമയുടെ നേട്ടങ്ങളാണ്. 5 മലയാള ചിത്രങ്ങളാണ് 2024 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയവ. ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സ്, ബ്ലസ്സിയുടെ ആടുജീവിതം, ജീതു മാധവൻ്റെ ആവേശം, ഗിരീഷ് ഏടിയുടെ പ്രേമലു, ജിതിൻ ലാൽ സംവിധാനം ചെയ്ത ARM എന്നീ ചിത്രങ്ങളാണ് കളക്ഷനിൽ 100 കോടി കടന്നത്. മലയാള സിനിമയ്ക്ക് 2024 മികച്ച കളക്ഷൻ നേടാൻ സാധിച്ചത് വൈഡ് റിലീസിങ്ങിലൂടെ പെട്ടെന്ന് തന്നെ നല്ല തുക നേടാൻ സാധിച്ചതും ഉയർന്ന ടിക്കറ്റ് ചാർജും മൂലം വരുമാനം വർദ്ധിച്ചതും അന്യഭാഷ മാർക്കറ്റിലും നേട്ടമുണ്ടാക്കിയതും സാറ്റലൈറ്റ് OTT റൈറ്റ്സിലൂടെ ഭീമമായ തുക നേടാൻ സാധിച്ചതും എല്ലാം കൊണ്ടാണ്. 2024 ഈ സ്ഥിതി നിലനിർത്തിയാൽ ഇന്ത്യൻ ഭാഷാ ചിത്രങ്ങളിൽ മലയാള സിനിമയുടെ സ്ഥാനം ഒന്നാമതെത്തും എന്നത് ഉറപ്പാണ്.